ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിലൊരു കോവലിൻ്റെ തണ്ട് നട്ടു വളർത്തിയിട്ടുണ്ടാകും. കാരണം അധികം ശ്രദ്ധ കൊടുക്കാതെ തന്നെ 3-4 വർഷത്തോളം നമുക്ക് വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് ഈ കോവൽ. നന്നായി പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കോവയ്ക്കയും ഈ കോവൽ കൃഷിയിലൂടെ നമുക്ക് ചെറിയൊരു വരുമാനവും ലഭിക്കും. വലിയ രീതിയിലുള്ള കോവൽ കൃഷിയെ പറ്റിയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ കോവൽ നട്ടു വളർത്തണില്ലേ, അതിനെക്കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാ ദിവസവും കോവയ്ക്ക ലഭിക്കാൻ, അതായത് ഈ മഴക്കാലത്ത് പോലും നമുക്ക് നല്ല രീതിയിൽ കോവയ്ക്ക ലഭിക്കാൻ വേണ്ടി അധികം ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് കോവലിന് കൊടുക്കാൻ പറ്റുന്ന വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചാരമാണ് കേട്ടോ. ഒരു ചിരട്ട ചാരമാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചച്ചാണകമാണ് കേട്ടോ. അതും ഈ ഒരു ചിരട്ടയുടെ അളവിൽ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ചാണകത്തിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം മഴയൊന്നും ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 3 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത ശേഷം വേണം കോവലിന് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചാരം എടുക്കുമ്പോൾ എപ്പോഴും വിറകടുപ്പ് കത്തിച്ചിട്ടുള്ള ആ ചാരം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇത് അതിന് കരിയൊക്കെയാണ് ആ ചാരത്തിൽ, അതൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ ഈ വളം കോവലിന് ഇട്ട് കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കോവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിത് ഒഴിച്ച് കാണിക്കണില്ല കേട്ടോ. ഇത് കോവലിൻ്റെ തണ്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുകൂടി നീക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് മണ്ണ് മാറ്റിയ ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടത്തോടൊക്കെ ഞാൻ പച്ചക്കറി വേസ്റ്റും ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലിടുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ മണ്ണിട്ട് തന്നെ വീണ്ടും മൂടി കൊടുക്കണം. മാസത്തിൽ 2 തവണ വീതം ഈ വളം നമ്മൾ കോവലിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോവലിൽ എപ്പോഴും പുതിയ പുതിയ തളിർപ്പുകളും കായ്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒക്കെ നമ്മൾ കോവലിന് വളം കൊടുക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്ത ശേഷവും ബാക്കി കോവയ്ക്ക നമുക്ക് ധാരാളം ലഭിക്കുന്നതാണ്. കോവയ്ക്ക എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. കോവലിൽ എപ്പോഴും കായ ഉണ്ടാകുന്നത് നന്നായി മൂത്തത്, പിന്നെ അതിന് ശേഷം മൂപ്പ് കുറഞ്ഞത്, പിന്നെ അതിലും മൂപ്പ് കുറഞ്ഞത്, പിന്നെ പുതിയ പൂക്കൾ വരുന്നത്, ഇതുപോലെയായിരിക്കും കോവലിൽ എപ്പോഴും കായ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോവൽ തണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്നും വിളവെടുക്കാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.